നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിനൊപ്പം സർക്കാരുണ്ടോ എന്നത് ഡിസംബർ 6-ന് അറിയാം. കേസ് ഡയറിക്കൊപ്പം സർക്കാരിന്റെ സത്യവാങ്മൂലവും ഹാജരാക്കാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. CBI അന്വേഷണത്തെ സർക്കാർ എതിർക്കുന്നുണ്ടോ എന്നത് എതിർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കേണ്ടി വരും. നവീന്റെ ഭാര്യ മഞ്ജുഷയുടെ ഹർജി പരിഗണിച്ച ഉടൻ തന്നെ കോടതി ഉയർത്തിയ പ്രധാന ചോദ്യം ഈ കേസിൽ CBI വരേണ്ട ആവശ്യം എന്താണ് എന്നതാണ്. PP ദിവ്യയുടെ ജാമ്യ ഹർജിയിലെ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നവീന്റെ കുടുംബം ഇതിന് മറുപടി നൽകിയത്. ദിവ്യ CPM നേതാവും ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നയാളുമാണ്. ഇവരുടെ സ്വാധീനത്തിൽ പോലീസിന് നീതിയുക്തമായി കേസന്വേഷിക്കാൻ കഴിയില്ല. നവീന്റേത് ആത്മഹത്യയാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. കൊലപാതക സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലെന്നും കുടുംബം വ്യക്തമാക്കി. ഈ ഘട്ടത്തിലാണ് കേസ് ഡയറി വിളിച്ചുവരുത്തി പരിശോധിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചത്. ഹർജിക്കാരി ആരോപിക്കുന്നത് പോലെ അന്വേഷണത്തിൽ വീഴ്ചകളുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഹൈക്കോടതി കേസ് ഡയറി വിളിച്ചു വരുത്തുന്നത്. മുൻപ് 2 കേസുകളിൽ സമാന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഡോക്ടർ വന്ദനാദാസിന്റെ കേസിലാണ്. അതിൽ രേഖകൾ പരിശോധിച്ച ശേഷം CBI അന്വേഷണം വേണ്ട എന്നാണ് ഹൈക്കോടതി തീരുമാനിച്ചത്. മറിച്ചുണ്ടായത് സജി ചെറിയാന്റെ കാര്യത്തിലാണ്. സജി ചെറിയാന്റെ കേസിൽ കേസ് ഡയറിയും മറ്റ് രേഖകളും പരിശോധിച്ച കോടതിക്ക് അന്വേഷണത്തിലെ പാകപ്പിഴകൾ ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത്. അതുകൊണ്ട് തന്നെ 9-ാം തീയതി വിശദമായി വാദം കേൾക്കുമ്പോൾ ഹൈക്കോടതിയുടെ നിലപാട് വ്യക്തമാകും. ഇതിനിടെ കേസന്വേഷണം പൂർത്തിയാക്കി പോലീസ് കുറ്റപത്രം നൽകുന്നത് തടഞ്ഞുകൊണ്ട് ഇടക്കാല ഉത്തരവ് വേണമെന്ന് നവീന്റെ ഭാര്യ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചില്ല. വ്യാജ തെളിവുണ്ടാക്കി കുറ്റപത്രം നൽകാനുള്ള സാധ്യതയുണ്ടെന്നായിരുന്നു ആരോപണം. എന്നാൽ അന്വേഷണം തടയേണ്ടതില്ലെന്നും ഇത് ഹർജിയിലെ ആവശ്യങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.